നമസ്തേ. ഇന്ന് നമ്മൾ മധ്യമ ബുക്കിലെ ആദ്യത്തെ പേപ്പറിലുള്ള പദ്യഭാഗമാണ് നോക്കുന്നത്. അതിൽ രണ്ടാമത്തെ പോയം ഏക് ബൂന്ത് എന്നുള്ളതാണ്. ഏക് ബൂന്ത് എന്നാൽ ഒരു തുള്ളി എന്നാണ് അർത്ഥം. അത് എഴുതിയിരിക്കുന്നത് ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ്. അദ്ദേഹത്തിൻ്റെ വേറൊരു പേരാണ് ഹരിയൗദ്. കവിത എന്താണെന്ന് നോക്കാം. ജോം നിക്കൽ കർ ബാദലോം കി ഗോദ് സേ थी अभी एक बूंद कुछ आगे बढ़ी सोचने फिर यही जी मेम लगी आह क्यों घर छोड़कर मेम यों खड़ी दैव मेरे भाग्य में क्या है बता मैं बजूंगी या मिलूंगी धूल में या जलूंगी गिर अंगारे पर किसी छू पड़ेगी या कमल के फूल में बह गई उस काल एक ऐसी हवा वह समुंदर और आई अनमनी एक सुंदर सीप का मुहदा खुला वह उसी में जा पड़ी मोती बनी लोग योम ही है झिझकते सोचते जबकि उनको छोड़ना पड़ता है घर किंतु घर का छोड़ना अक्सर उन्हें बूंद सा कुछ और ही देता है कर. ഇതാണ് പദ്യം. ഈ പദ്യത്തിൻ്റെ സാരാംശം നോക്കാം. ഏക് ബൂന്ത് എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദാണ്. അദ്ദേഹം ഒരു തുള്ളിയുടെ മാധ്യമത്തിലൂടെ നമ്മളുടെ ഉയർച്ചയുടെ വഴിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആദ്യത്തെ വരികൾ ജോം നിക്കൽക്കർ बादलों की गोद से धी अभी एक बूंद कुछ आगे बढ़ी सोचने फिर यही जी में लगी आ क्यों घर छोड़कर मेम खड़ी. അതിൽ പറയുന്നത് ഈ വരികളുടെ സാരാംശം കാർമേഘങ്ങളുടെ മടിയിൽ നിന്നും ഒരു വെള്ളത്തുള്ളി പുറത്തേക്കിറങ്ങി. കുറച്ച് ദൂരം മുന്നിലേക്ക് പോയപ്പോൾ ചിന്തിക്കാനായി തുടങ്ങി. ഞാൻ എൻ്റെ വീട് വിട്ട് പുറത്തേക്ക് വന്നു. ഹേ ഭഗവാനെ, ഇനി എൻ്റെ ഭാഗ്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ രക്ഷപ്പെടുമോ അതല്ല പൊടിയിൽപ്പെട്ട് നഷ്ടമാവുമോ എന്ന് ചിന്തിച്ചു. അതല്ല ഇനി ഏതെങ്കിലും ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കട്ടയിൽ ചെന്ന് പെടുമോ അതല്ലെങ്കിൽ ഒരു താമരയുടെ ഇതളുകളിൽ ചെന്ന് പെടുമോ എന്ന് ആ വെള്ളത്തുള്ളി ചിന്തിച്ചു പോവുകയാണ്. അടുത്ത 8 വരികളുടെ സാരാംശം. ആ സമയത്ത് ഒരു വലിയൊരു കാറ്റ് വന്ന് വീശി. അത് നേരെ ചെന്നത് കടലിൻ്റെ അടുത്തേക്കായിരുന്നു. അവിടെ ആ കടലിനകത്ത് ഒരു ചിപ്പി, സീപ്പ് എന്ന് വെച്ചാൽ ചിപ്പിയാണ്, അത് വായ തുറന്നിരുന്നു. അതിൽ ചെന്ന് ഈ വെള്ളത്തുള്ളി പെട്ടു. അതിൽ നിന്നും അതൊരു മുത്തായി മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് അടുത്ത 4 വരികളിൽ പറയുന്നത്. ആ വെള്ളത്തുള്ളിയെ പോലെ മനുഷ്യന്മാർ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും പേടിക്കരുത്, ചിന്തിക്കരുത്. നമ്മൾ അത് വിട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു വഴിക്കായിരിക്കും പോവുക. ആ വെള്ളത്തുള്ളിയെ പോലെ ഒരു പക്ഷേ വിലപിടിച്ച ഒരു നിധിയാവാനായിരിക്കും ഭാഗ്യം എന്നുള്ളതാണ് കരുതേണ്ടത്. ഏക് ബൂന്ത് എന്നുള്ള കവിതയിൽ നിന്നും നമ്മൾക്ക് വരുന്ന ചോദ്യങ്ങൾ ഇതെല്ലാമാണ്. തന്നിരിക്കുന്ന വരികളുടെ ആശയം വിശദമാക്കുക. അടുത്തത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതിൽ പിന്നെ ഒന്ന് വരുന്നത് സാരാംശം എഴുതുക. അങ്ങനെ 3 ചോദ്യങ്ങളാണ് ഇതിൽ നിന്നും വരിക. അതിൽ ആദ്യത്തേത് പദ്യാംശുക്ക ഭാവാർത്ഥ ഹിന്ദിമേ ലിഖിയെ. തന്നിരിക്കുന്ന വരികളുടെ അർത്ഥം ഹിന്ദിയിൽ എഴുതുക. ദൈവ് മേരെ ഭാഗ്യമേ ക്യാ ഹേ ബതാ മേ ബച്ചൂഗി യാ മിലൂംഗി ധൂൽ മേം യാ ജലൂംഗി ഫിർ അങ്കാരെ പർ കിസി ചൂ പടൂംഗി യാ കമൽ കെ ഫൂൽ മേം. ഈ വരികളുടെ സാരാംശമാണ് താഴെ തന്നിരിക്കുന്നത്. പ്രസംഗ് യह पद्यांश एक बूंद कविता से दिया गया है. इसके कवि है श्री अयोध्या सिंह उपाध्याय हरियौद. ഈ കവിത ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദ് എഴുതിയ ഏക് ബൂന്ത് എന്നുള്ളതിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണ്. അതിൻ്റെ ഭാവാർത്ഥം बादल की गोद में से एक बूंद निकल पड़ी और कुछ दूर आगे चलकर वह सोचने लगी हे भगवान മേരെ ഭാഗ്യമേ ക്യാ ലിഖാ ഹേ. കാർമേഘങ്ങളുടെ മടിത്തട്ടിൽ നിന്നും ഒരു വെള്ളത്തുള്ളി പുറത്തു വന്നു. കുറച്ചു ദൂരം മുന്നിലേക്ക് പോയ സമയത്ത് ചിന്തിക്കാൻ തുടങ്ങി, ഹേ ഈശ്വര, എൻ്റെ ഭാഗ്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ക്യാ മേ ബച്ച് ജാവൂങ്കി യാ ധൂൽ മേ മിൽക്കർ നഷ്ട ഹോ ജാവൂങ്കി. ഞാൻ രക്ഷപ്പെടുമോ അതല്ല ഈ പൊടിയിൽപ്പെട്ട് ഇല്ലാതായിത്തീരുമോ? മേ കിസി ജലത്തെ അങ്കാരോം പർ ഗിർ പടൂങ്കി യാ കമൽ കി പങ്കുടിയോം പർ ജാക്കർ ഗിരൂങ്കി. ഞാൻ ഏതെങ്കിലും തീക്കട്ടയിൽ ചെന്ന് വീഴുമോ അതല്ല ഏതെങ്കിലും താമരയുടെ ഇതളിൽ ചെന്ന് പെടുമോ എന്ന് ചിന്തിച്ചു പോയി. ഇതിൻ്റെ വിശേഷത
ഈ ഇൻ പങ്ക്തിയും സെ ബൂന്ദ് കി മനോദശ പ്രകട ഹോത്തി ഹെ, അതിൻ്റെ മനോദശയാണ് പ്രകടമാക്കുന്നത്. लोग यूं ही है झिझकते सोचते जबकि उनके छोड़ना पड़ता है घर, किंतु घर का छोड़ना अक्सर उन्हें बूंद सा कुछ और ही देता है कर. ആ വരികളുടെ സാരാംശം ആദ്യത്തെ കവിതയിൽ എഴുതിയ പോലെ തന്നെ ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദിൻ്റെ ഏക് ബൂന്ദ് എന്നുള്ള കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇത്. എല്ലാ സപ്രസംഗ വാക്യം എഴുതുമ്പോഴും എഴുതേണ്ടതാണ്. यह पद्यांश एक बूंद कविता से दिया गया है. इसके कवि है श्री അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദ്. ഈ കവിത ഏക് ബൂന്ദ് എന്നുള്ളത് ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദ് എഴുതിയിട്ടുള്ളതാണ്. ഭാവാർത്ഥ, ഇതിൻ്റെ അർത്ഥം ഉസ് ബൂന്ദ് കി തരഹ ഹി മനുഷ്യ ബി ഗർ ചോട്ടെ സമയ ഹിജക്തേ ഹെ. ഈ വെള്ളത്തുള്ളിയെ പോലെ തന്നെ മനുഷ്യൻ വീട് വിട്ട് ഇറങ്ങുമ്പോൾ വളരെയധികം പേടിച്ചു പോകുന്നു. ലേക്കിൻ അക്സർ ഗർ ചോട്നെ കെ ബാദ് വേ ബി ബൂന്ദ് കി തര ബഹുമൂല്യ ബൻ ജാത്തേ ഹെ. എന്നാൽ മിക്കവാറും വീട് വിട്ട് പോയതിന് ശേഷം അവരും ഈ വെള്ളത്തുള്ളിയെ പോലെ തന്നെ വിലപിടിച്ചതായി തീരുകയും ചെയ്യുന്നു. വിശേഷത ഇൻ പങ്ക്തിയോം സെ കവി ഹമേം ഏ സന്ദേശ് ദേത്തേ ഹെ ഹി ഹമേം ധൈര്യ और आशा के साथ घर से बाहर निकलना चाहिए. ഈ വരികളിലൂടെ കവി തരുന്ന സന്ദേശം ഇതാണ്: ധൈര്യത്തോടും ആശയോടൊപ്പം നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് സാരാംശം. ഇനി അടുത്തത് പ്രശ്നോം കെ ഉത്തർ ലിഖിയെ. തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ബൂന്ദ് ബാദലോം കി ഗോദ് സെ നിക്കൽ കർ ക്യാ സോച്ചതി ഹേ. ആ വെള്ളത്തുള്ളി കാർമേഘങ്ങളുടെ അടിത്തട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ എന്താണ് ചിന്തിച്ചത്? ബൂന്ദ് സോച്ചനെ ലഗി ഹേ ഭഗവാൻ മേരെ ഭാഗ്യ മേ ക്യാ ലിഖാ ഹേ, ക്യാ മേ ബച്ച് ജാവൂങ്കി യാ ധൂൽ മേ മിൽക്കർ നഷ്ട ഹോ ജാവൂങ്കി. ആ വെള്ളത്തുള്ളി ചിന്തിക്കാൻ തുടങ്ങി, ഈശ്വര, എൻ്റെ ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഞാൻ രക്ഷപ്പെടുമോ അതല്ല ഞാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ചു പോയി. കവി ബൂന്ദ് കെ ഭാഗ്യ കാ വർണ്ണൻ കൈസേ കർത്തേ ഹി. കവി വെള്ളത്തുള്ളിയുടെ ഭാഗ്യത്തെ എപ്രകാരമാണ് വർണ്ണിക്കുന്നത്? ജോർ സെ ഹവ ബഹ്നെ ലഗി ഔർ വഹ് സാഗർ കി ഓർ ചൽ പടി, വഹാം ഏക് സീപ് കാ മുഹ് കുലാ ഹുവാ था, വഹ് ബൂന്ദ് ഉസ് സീപ് മേ ജാഗിരി ഔർ മോത്തി ബൻ ഗയി. നല്ലൊരു കാറ്റ് വീശി ആ വെള്ളത്തുള്ളി നേരെ കടലിൽ ചെന്ന് പെട്ടു. അവിടെ ഒരു ചിപ്പി വായ തുറന്ന് വെച്ചിരുന്നു. ആ വെള്ളത്തുള്ളി പെട്ടു. അവിടെ വെച്ച് നല്ലൊരു മുത്തായി വീഴുകയും ചെയ്തു. ആ വെള്ളത്തുള്ളി അതിൽ പെടുകയും മുത്തായി തീരുകയും ചെയ്തു. ബൂന്ദ് കൈസേ മോത്തി ബൻ ജാത്തി ഹേ. വെള്ളത്തുള്ളി എപ്രകാരമാണ് മുത്തായി തീരുന്നത്? മുഹ് കോലെ ഹുയെ സീപ് മേ ജാഗിര ബൂന്ദ് മോത്തി ബൻ ജാത്തി ഹേ. വായ തുറന്നു വെച്ചിരിക്കുന്ന ആ ചിപ്പിയുടെ ഉള്ളിൽ മഴത്തുള്ളി വീഴുകയാണെങ്കിൽ അത് മുത്തായി തീരുന്നു. ഏക് ബൂന്ദ് കവിത കാ ഉദ്ദേശ് ക്യാ ഹേ. ഈ ഏക് ബൂന്ദ് എന്നുള്ള കവിതയുടെ ഉദ്ദേശം എന്താണ്? ആദ്മി ഗർ ചോട്ടെ വക് സങ്കോച് കർത്താ ഹേ, സോച്ച്താ ഹേ, ഹിജക്താ ഹേ. ഒരു മനുഷ്യൻ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അതിനെ മടി കാണിക്കുന്നു, ചിന്തിക്കുന്നു, ഒന്ന് പരിഭ്രമിച്ചു പോകുന്നു. ലേക്കിൻ ഗർ ചോട്നെ സെ ബൂന്ദ് കി തര വഹ് ബി ബഹുമൂല്യ ബൻ ജാത്താ ഹേ. എന്നാൽ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വെള്ളത്തുള്ളിയെ പോലെ തന്നെ മനുഷ്യനും വളരെയധികം വിലപ്പെട്ടതായി തീരുന്നു. മൂന്നാമത്തെ ചോദ്യം കവിത കാ സാരാംശ് ലിഖിയെ. തന്നിരിക്കുന്ന കവിതയുടെ സാരാംശം എഴുതുക. ഏക് ബൂന്ദ് നാമക് കവിത ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദ് കി ഏക് സുന്ദർ കവിത ഹേ. ഏക് ബൂന്ദ് എന്ന പേരുള്ള കവിത അയോധ്യ സിംഗ് ഉപാധ്യായ് എഴുതിയിരിക്കുന്നതാണ്. വേ ഏക് ബൂന്ദ് കെ മാധ്യം സെ ഹമേ ഉന്നതി കെ രാസ്തേ പർ ബേഫിക് ഹോക്കർ ആകെ ബഡ്നെ കി ആവശ്യകത സമജ്തി ഹേ. ഒരു വെള്ളത്തുള്ളിയുടെ മാധ്യമത്തിലൂടെ കവി മനുഷ്യർക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്: ഒട്ടും തന്നെ പരിഭ്രമിക്കാതെ ഉയർച്ചയുടെ വഴിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കണം. ബാദലോം കി ഗോദ് മേം സെ ഏക് ബൂന്ദ് നിക്കൽ പടി ഔർ കുച്ച് ദൂർ ആകെ ചൽക്കർ വഹ് സോച്ചനെ ലഗി മേം കി അപ്നെ ഘർ ചോഡ്കർ ബാഹർ നിക്കലി ഹേ ഭഗവാൻ മേരെ ഭാഗ്യ മേ ക്യാ ലിഖാ ഹേ. വെള്ളത്തുള്ളികളുടെ ആ കാർമേഘത്തിൻ്റെ മടിത്തട്ടിൽ നിന്നും വെള്ളത്തുള്ളി പുറത്തിറങ്ങിയ സമയത്ത് കുറച്ച് ദൂരം പോയതിന് ശേഷം ചിന്തിച്ചു, ഞാൻ എന്തിനാണ് പുറത്തിറങ്ങിയത്? ഞാൻ എൻ്റെ വീട് വിട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ഈശ്വര, എൻ്റെ ഭാഗ്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ക്യാ മേ ബച്ച് ജാവൂങ്കി യാ ധൂൽ മേ മിൽക്കർ നഷ്ട ഹോ ജാവൂങ്കി. ഞാൻ രക്ഷപ്പെടുമോ അതല്ല ഇവിടെ നഷ്ടപ്പെട്ടു പോകുമോ?
मैं किसी जलते अंगारे पर गिर पड़ूंगी या कमल की पंगुड़ियां पर जाकर गिरूंगी. ഞാൻ ഏതെങ്കിലും കത്തുന്ന തീക്കനലിൽ ചെന്ന് വീഴുമോ അതല്ലെങ്കിൽ താമരയുടെ ഇതളിൽ ചെന്ന് പെടുമോ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല എന്നുള്ള പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഉസ് സമയ ജോർ സെ ഹവ ബഹനെ ലഗി ഔർ സാഗർ കി ഓർ ചൽ പടി. ആ സമയത്ത് നല്ലൊരു കാറ്റ് വീശി നേരെ ചെന്ന് കടലിൽ ചെന്ന് ഈ വെള്ളത്തുള്ളി പെട്ടു. അവിടെ വഹാബ് ഏക്ക് സീപ് കി മുഹ് കുലാ ഹുവാ ഥാ. അവിടെ ഒരു ചിപ്പി വായ തുറന്നു വെച്ചിരുന്നു. ബൂന്ത് ഉസേ സീപ് മേം ജാഗിരി ഔർ മോത്തി ബൻ ഗയി. ആ വെള്ളത്തുള്ളി ആ ചിപ്പിയുടെ അകത്ത് ചെന്ന് വീഴുകയും അവിടെ വെച്ചൊരു മുത്തായി തീരുകയും ചെയ്തു. ഉസ് ബൂന്ത് കി തര ആദ്മി ഗർ ചോട്ടെ വക്ത് സങ്കോച് കർത്താ ഹേ സോച്ചത്താ ഹിജക്താ ഹേ. ആ വെള്ളത്തുള്ളിയെ പോലെയാണ് മനുഷ്യനും. വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് മടി കാണിക്കുന്നു, ചിന്തിക്കുന്നു, പരിഭ്രമിക്കുന്നു. ലേക്കിൻ ഗർ ചോട്നെ സേ ബൂന്ത് കി തര വബി ബഹുമൂല്യ ബൻ ജാത്ത. വീട് വിട്ട് പുറത്തു പോകുമ്പോൾ മാത്രമാണ് ആ വെള്ളത്തുള്ളിയെ പോലെ വിലപിടിച്ചതായി തീരുന്നത്. വിശേഷത ഹം കോയി ബി കാര്യ ധൈര്യ और സാഹസ് കെ സാത്ത് ശുരു കർണ ചാഹിയെ. ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ധൈര്യത്തോടും വളരെയധികം സാഹസത്തോടും തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഈ കവിതയിലൂടെ ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് നമ്മൾക്ക് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.